ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അതിന് ഒരു കാരണമുണ്ട്, മറ്റൊന്നുമല്ല, കുറച്ച് തിരക്കുകളിലായിരുന്നു. പിന്നെ ചെറിയൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ AI വീഡിയോസിൻ്റെ ഒരു പ്രളയം തന്നെയാണ്. അതിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, എല്ലായിടത്തും ഇപ്പോൾ AI വീഡിയോസാണ്. നമ്മുടെ ചാനലിലും അവസാനമായി ഞാൻ ഇട്ടത് കുറച്ച് ഷോർട്സ് വീഡിയോസാണ്. അതെല്ലാം AI ക്രിയേറ്റഡ് ആയിരുന്നു. അപ്പോൾ AI കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരു 8-10 ദിവസം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ AI വെച്ചിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല. അത് ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് ഈ ഒരു ഇതിൻ്റെ പിന്നാലെ നടന്നതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും വരാതിരുന്നത്. എങ്കിലും AI വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ മറ്റൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി, അതിലെല്ലാം പോസ്റ്റ് ചെയ്തു. നല്ല വ്യൂസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഗൂഗിൾ ജെമിനിയിലെ VO3 പുതിയൊരു AI ഒരു അപ്ഡേറ്റഡ് വെർഷനാണ്. സോ അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒറിജിനലായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാം. ഒറിജിനൽ വീഡിയോസ് നമുക്ക് മേക്ക് ചെയ്യാം. റിയൽ ഏതാ AI വീഡിയോസ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ AI ക്രിയേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ VO3 എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളത് അതിൻ്റെ പിന്നാലെ ആയിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഇൻസ്റ്റയിലൊക്കെ 1 lakh ഒക്കെ വ്യൂ പോയ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു സ്പെൻഡ് ചെയ്ത ടൈം വളരെ വാല്യുബിൾ ആയി എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ VO3 എന്ന് പറയുന്ന ആ ഗൂഗിളിന്റെ ആ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറാണ്. കൃത്യമായിട്ട് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് VO3 തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് മലയാളം വോയിസ് ഓവർ നമുക്ക് അവിടെ നമ്മൾ കൊടുത്ത കമാൻഡിനനുസരിച്ച് തിരിച്ച് മലയാളത്തിൽ തന്നെ നമുക്ക് വോയിസ് ഓവറും കിട്ടാനുള്ള ഓപ്ഷൻ ഈ VO3 എന്ന് പറയുന്ന AI ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പോൾ വലിയൊരു യുഗത്തിനാണ് തോന്നുന്നത് എനിക്ക് ഈ ഒരു VO3 എന്ന് പറയുന്ന പുതിയ ഗൂഗിളിൻ്റെ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് തുറന്നു തരുന്നത്. കാരണം ഇനി പരസ്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള പല കാര്യങ്ങൾ ചെയ്യാനോ, ഒരു മൂവി തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഈ ഒരു AI ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഒരു തിരക്കഥ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ നമുക്ക് തിരിച്ചു തരും ഈ ഒരു ടെക്നോളജി. അതിപ്പോൾ VO3 മാത്രമല്ല, അതിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് AI പ്ലാറ്റ്ഫോംസ്, വെബ്സൈറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് വരാൻ ചാൻസുകളുണ്ട്. സോ അപ്പോൾ AI എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേഷൻസ് മേഖലയിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന മേഖലയിലോട്ട് വരാൻ താല്പര്യമുള്ള ആളായിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ മുതൽ ഈ ഒരു മേഖലയിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ല. നമ്മുടെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ കാരണം വരാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ഒരു ഇടവേള പോലെ നമ്മൾ എടുത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റാണ് ഈ ഒരു മേഖലയിലോട്ട് വരാൻ. ഓൾറെഡി നിങ്ങൾക്കറിയാം, യൂട്യൂബിൻ്റെ ഒക്കെ ആ ഒരു ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ ഭയങ്കരമായി ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന മേഖല. അതിപ്പോൾ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും എല്ലാം ഒരു ബൂം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ബൂമിങ് ഒക്കെ കഴിഞ്ഞൊരു സ്റ്റേജാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളൊക്കെ ഈ ഒരു മേഖലയിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ കേട്ട വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AIയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. നോർമൽ കണ്ടന്റ് ക്രിയേഷൻസിനേക്കാളും റീച്ചുകൾ വരാൻ പോകുന്നത് AI വീഡിയോസിനും അതുപോലെയുള്ള ടെക്നോളജീസിനുമാണെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വരാൻ ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ AI മാറിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ എടുത്തിരിക്കുന്ന ഈ ഒരു എഫേർട്ട് പോലും ഇല്ലാത്ത രീതിയിലായി പോകും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി കാലത്തിനനുസരിച്ച് അപ്ഡേഷൻസ് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AI എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് അത് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഭാവി AI തന്നെയാണ്. എല്ലാ മേഖലയോട്ടും AI കടന്നു വരും. കോണ്ടന്റ് ക്രിയേഷനിൽ മാത്രമല്ല, എല്ലാ ജോലികളിലും AIയുടെ സാന്നിധ്യം ഇനി വരാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ IT മേഖലയിലൊക്കെ വളരെ സാരമായ രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ AIയുടെ വരവ്. കോണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മണിക്കൂറുകൾ എഫേർട്ട് ഇട്ട് നമ്മൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ 4% സമയം മതി നമുക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോസ് ഉണ്ടാക്കാൻ. എന്നാൽ റീച്ച് ആണെങ്കിലോ ഈ പറയുന്ന AI വീഡിയോസിന് നമുക്ക് കിട്ടുന്നതിൻ്റെ 10-20 ഇരട്ടി റീച്ചാണ് അത്ര വീഡിയോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
സോ സ്വാഭാവികമായിട്ടും ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റർക്കും ആ ഒരു മേഖല എന്താണെന്ന് പഠിക്കാനുള്ള ത്വര ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഒരു ഇടവേള എടുത്തിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചത്. ഇപ്പോഴും ഒന്നും കാര്യമായി പഠിച്ചിട്ടില്ല, പ്രോംപ്റ്റ് എഴുതാനും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെറിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വീഡിയോസ് മറ്റൊരു ചാനലിൽ ഇതുപോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ റീച്ചും ഉണ്ട്, അത്യാവശ്യം വ്യൂസും ഉണ്ട്. ഈ ചാനലിന് കിട്ടാത്ത അത്രയും വ്യൂസും റീച്ചും ആ ചാനലിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതാണ് ഇനിയുള്ള ഫ്യൂച്ചർ അതാണ് എന്നാണ് എനിക്കും പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇപ്പോഴത്തെ AI-യുടെ ഒരു നമുക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ VO3 എന്ന് പറയുന്ന വീഡിയോസിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡെയിലി 3 വീഡിയോസ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അതും സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ VO3-യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ VO3-യിലോട്ട് ആളുകൾ കൂടുതൽ പോകാൻ കാരണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്, അതൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 1 മന്ത് ഇപ്പോൾ ഇനീഷ്യലി ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ ട്രയൽ വേർഷൻ പോലെ നമുക്ക് തരുന്നുണ്ട്. ആദ്യത്തെ ഒരു 1 മന്ത് നമുക്ക് ഫ്രീ ആണ്. ആ 1 മന്തിന് ശേഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കും. നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും VO3 എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മാസം നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു ദിവസം 3 വീഡിയോ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ചെയ്യുന്നതിൽ. പക്ഷെ എന്നിരുന്നാലും ആ 3 വീഡിയോ വെച്ചിട്ട് 3-4 അക്കൗണ്ടുകളിൽ നിന്ന് ആളുകൾ ഇന്ന് വീഡിയോ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നാളെ ഇതിലൊരു റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് എടുത്ത് ചെയ്യുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ഈ 3 വീഡിയോ എന്നുള്ള ലിമിറ്റ് നമുക്കൊരു പാരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പല അക്കൗണ്ടുകളിലോട്ട് പോകണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഒരുപാട്. ഇപ്പം എന്തായാലും 3 വീഡിയോ മാത്രമേ എല്ലാവർക്കും മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 3-4 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ VO3 വെച്ച് തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പല അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഡേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരം വീഡിയോസിന് നല്ല റീച്ചും നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 3 വീഡിയോ എന്നുള്ള ലിമിറ്റേഷനും അതുപോലെ തന്നെ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റിവിറ്റീസിനെ നമുക്ക് റിയൽ വീഡിയോസ് ആക്കിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, നമ്മുടെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മാധ്യമമായിട്ട് നമുക്ക് ഈ ഒരു AI വീഡിയോ ക്രിയേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഇത്ര കാലം പറഞ്ഞിരുന്നത് ഇനി AI തരംഗം വരും, അതുപോലെ തന്നെ AI വീഡിയോസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പുതിയ അപ്ഡേഷൻ വന്നതിൽ AI വീഡിയോസിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതായത് ഹ്യൂമണൈസ് ടച്ചുകൾ എന്തെങ്കിലും ആ ഒരു വീഡിയോയിൽ വേണം. ഏത് വീഡിയോ ആയിക്കോട്ടെ, AI വീഡിയോ ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫേസ് മാത്രം വെച്ച് സ്മൈൽ മാത്രം കൊടുത്തുകൊണ്ട് വേറെ വീഡിയോസിനെ റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ. അപ്പം അത്തരം വീഡിയോസിനെ ഒന്നും ഇനി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുക, അത്തരം ചാനലുകളിലെ എല്ലാം ചിലപ്പോൾ എന്താക്കുമെന്ന് അറിയില്ല. അത്തരം ചാനലുകളൊന്നും ഇനി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള ഇതിലൊക്കെയാണ് പറയുന്നത്. AI വീഡിയോസ് ആണെങ്കിലും AI വീഡിയോസിൽ ഫുള്ളി AI വീഡിയോസിന്, അതായത് ഇപ്പോൾ വോയിസ് ഓവർ, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വോയിസ് ഓവർ ആ വീഡിയോയ്ക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഫുള്ളി AI ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഇനി മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നും കിട്ടുമെന്നും 2 രീതിയിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന AI പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ VO3 പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിന് ഹ്യൂമൻ ടച്ച് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കൃത്യമായ ഒരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്കതിന് കൃത്യമായ ഒരു ഔട്ട്പുട്ട് തരുന്നത്. ഒരു ഹ്യൂമൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇൻപുട്ട് കൊടുക്കണം, കൃത്യമായ ഡീറ്റെയിൽസ് എഴുതി നമ്മൾ തയ്യാറാക്കി നമ്മൾ കൊടുക്കണം. പ്രോംപ്റ്റ് എന്ന് പറയുക അതിന്. ആ സ്ക്രിപ്റ്റ് പ്രോംപ്റ്റ് രൂപത്തിൽ നമ്മൾ എഴുതി കൊടുത്ത് ഡയലോഗുകൾ അടക്കം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് ഔട്ട്പുട്ട് തരിക. പലപ്പോഴും ആ ഔട്ട്പുട്ടുകൾ നമ്മൾ കൊടുക്കുന്ന രീതിയിലൊന്നും അല്ല ചിലപ്പോൾ തിരിച്ചു തരിക. എങ്കിലും ഒരു 90% ഓക്കെ ആവും. പക്ഷെ എന്നിരുന്നാലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൊടുത്ത് വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും മെൻഷൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ടച്ച് ഇല്ലാന്ന് നമുക്കതിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന എക്സ്പേർട്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആളുകൾ, അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് തന്നെയാണ്, മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹ്യൂമൻ ടച്ച് ഇല്ല. ഡയറക്റ്റ്ലി ഒരു ഹ്യൂമൻ ടച്ച് നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ അല്ല, ഡയറക്റ്റ്ലി നമുക്കത് കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് വീഡിയോ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ നമ്മുടെ നോർമൽ വീഡിയോസിൻ്റെ ഭാഗമായി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായ വിവരങ്ങൾ ആർക്കും അറിയില്ല. കൃത്യമായതിനെ ഡിഫൈൻ ചെയ്തിട്ട് യൂട്യൂബ് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇൻസ്റ്റാഗ്രാമിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിനൊന്നും ഈ പ്രശ്നങ്ങൾ നിലവിൽ വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ വരാം, പുതിയ പോളിസി അപ്ഡേഷൻസ് വരുമ്പോൾ വരാം. പക്ഷേ യൂട്യൂബിന് ഈ പ്രശ്നം ഈ ഒരു 15-ാം തീയതി മുതൽ വരാൻ പോവുകയാണ്, ജൂലൈ 15 മുതൽ. സോ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നോക്കാം.
പിന്നെ നമ്മൾ ഈ ചാനലിൽ നമ്മൾ ആകെ 2-3 ഷോർട്സ് മാത്രമേ ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറയുന്ന AI VO3 വെച്ച് ചെയ്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. മറ്റൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന VO3യുടെ വീഡിയോസ് കുറേ ഉണ്ട്. അത് പുതിയ ചാനലാണ്. അല്ല, നമ്മുടെ ചാനലിൽ നമുക്ക് വേണ്ട വിഷയങ്ങൾക്ക് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ AI ഉപയോഗിക്കാം. അതിന് നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ നമുക്കൊരു വിഷ്വൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ നമുക്ക് AI വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് കാണിക്കാം. അതിനൊന്നും തടസ്സമില്ല. അപ്പോൾ അതൊക്കെയാണ് പുതിയ കാര്യങ്ങൾ, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ മേഖലകളിലും ഈ പറയുന്ന ഈ AI ഒരു കടന്നുകയറ്റം വന്ന കാരണം കൊണ്ട് നമ്മളതിലൊന്ന് ഇൻവോൾവ് ആയി അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഭാവിയിലുള്ള കാര്യങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് AI ഉപയോഗിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുടെ റിസർച്ചിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ പുതിയതായി പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ നിങ്ങൾക്കറിയാം, സ്വിറ്റ്സർലാൻഡ്, യൂറോപ്പിലും ഫുള്ള് നല്ല ചൂടാണ്, എല്ലായിടത്തും ചൂടാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് ഇത്തിരി ഒരു ക്ലൗഡിയാണ്, ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇന്നല്ല, ഒരു 3-4 ദിവസമായിട്ട് ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 8-10 ദിവസം മുമ്പത്തെ കാര്യം പറയുന്നത്. അതിന് മുന്നേ ഭയങ്കര ചൂടായിരുന്നു. 34 ഡിഗ്രി വരെ ഇവിടെ ചൂട് പോയിട്ടുണ്ടായിരുന്നു. അതിനൊരു 4 ദിവസം 34 നിന്നപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴ വന്നു, ക്ലൈമറ്റ് തന്നു. ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് കംപ്ലീറ്റ് മഴയാണ്. മഴയല്ല, ചൂടില്ല. 34 23-24 ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ നല്ലൊരു മഴക്കാറും ക്ലൗഡായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്, ചൂടില്ല, എന്നാൽ വലിയ തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു വെതറാണ്. ഇനിയിപ്പോൾ അറിയില്ല, ഇനി 1.5 മാസം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക്, എൻ്റെ മോൾക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് അവർക്ക് സമ്മർ വെക്കേഷനാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ വർഷം തുടങ്ങും, ഇവിടെ അക്കാദമിക് ഇയർ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ യാത്രകളൊന്നും പോയിട്ടില്ല. അടുത്ത ഈ ഒരു ചൂട് കാരണം കൊണ്ടാണ് നമ്മൾ യാത്രകളൊക്കെ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും ചൂടാണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലല്ല, ഇപ്പോൾ അടുത്ത് ഫ്രാൻസിൽ പോകുകയാണെങ്കിലും എല്ലായിടത്തും ചൂടാണ്. ഇറ്റലി ആണെങ്കിലൊക്കെ തളച്ച് പൊള്ളുകയാണ്. 40 ഡിഗ്രി വരെ ചൂടാണ് ഇറ്റലിയിൽ. സോ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. എവിടെ പോയാലും ചൂടാണ്. ഈ ചൂടത്ത് പുറത്തിറങ്ങാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വെതർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് യാത്രകളുടെ വീഡിയോസും ചാനലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.